കാലങ്ങൾക്ക് മുൻപ് ദേവന്മാരും മഹർഷിമാരും ഭൂമിയിൽ സഞ്ചരിച്ചിരുന്ന ഒരു കാലം. ധർമ്മവും സത്യവും മനുഷ്യരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരുന്ന ഒരു കാലം. എന്നാൽ ഒരു സംശയം, ഒരു വലിയ ചോദ്യം മഹർഷിമാരുടെ മനസ്സിലുയർന്നു. ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും മഹാൻ? ഒരു വിശുദ്ധ യാഗശാലയിൽ അനേകം മഹർഷിമാർ ഒത്തുചേർന്നു. സൃഷ്ടികർത്താവായ ബ്രഹ്മാവോ, ലോകത്തെ രക്ഷിക്കുന്ന വിഷ്ണുവോ, അല്ലെങ്കിൽ സംഹാരത്തിന്റെ ദൈവമായ ശിവനോ? വാദങ്ങൾ ശക്തമായി. ഓരോരുത്തരും അവരുടെ അഭിപ്രായം ഉറപ്പിച്ചു. അവസാനം അവർ ഒരാളുടെ പേര് പറഞ്ഞു: ഭൃഗു മഹർഷി. മഹർഷി, അങ്ങ് സത്യം കണ്ടെത്തണം. ഞാൻ പരീക്ഷിക്കും അവരുടെ ഹൃദയം. ഭൃഗു മഹർഷി ത്രിമൂർത്തികളുടെ അടുത്തേക്ക് യാത്ര തിരിച്ചു. എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തേടിക്കൊണ്ട് ഭൃഗു ആദ്യം ബ്രഹ്മലോകത്തിലേക്കെത്തി. സ്വർണപ്രകാശത്തിന്റെയും ദിവ്യ സംഗീതത്തിന്റെയും അനന്തമായ സൃഷ്ടിയുടെയും ലോകം. അവിടെ ബ്രഹ്മാവ് താമരയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഭൃഗു അപ്രതീക്ഷിതമായ ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ബ്രഹ്മദേവനെ വണങ്ങിയില്ല. ഭൃഗുവേ, നീ നിന്റെ സൃഷ്ടാവിനു മുൻപിൽ വന്നിട്ടും ആദരിക്കാത്തതെന്തുകൊണ്ട്? ബ്രഹ്മാവ് കോപം കൊണ്ട് ജ്വലിച്ചു. പക്ഷേ സരസ്വതി ദേവി ബ്രഹ്മാവിനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. നാഥ, അങ്ങയുടെ കോപം നിയന്ത്രിച്ചാലും. ഭൃഗു മനസ്സിൽ പറഞ്ഞു. ഇവിടെയും അഹങ്കാരം. അടുത്തതായി ഭൃഗു കൈലാസത്തിലേക്കെത്തി. മഞ്ഞുപർവ്വതങ്ങളുടെയും ശാന്തതയുടെയും സംഹാരത്തിന്റെയും ലോകം. അവിടെ പരമശിവൻ ഭൃഗു മഹർഷിയെ നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു. സ്വാഗതം മഹർഷേ. ശിവൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വന്നു. പക്ഷേ ഭൃഗു പിന്മാറി. എന്നെ തുടരുത്, നീ അശുദ്ധനാണ്. ദേഷ്യം കൊണ്ട് ചുവന്ന ശിവന്റെ കണ്ണുകളിൽ നിന്നും അഗ്നി പുറത്തേക്ക് വന്നു. നിനക്ക് എത്രമാത്രം ധൈര്യമുണ്ട് എന്നെ അപമാനിക്കാൻ? ത്രിശൂലം ഉയർന്നു. കോപം കൊണ്ട് അടിമുടി വിറച്ചു നിൽക്കുന്ന മഹാദേവനെ പാർവതി ദേവി തടഞ്ഞു. ദേവ, അരുത്, അദ്ദേഹം ഒരു മഹർഷിയാണ്. ഭൃഗു തിരിഞ്ഞു നടന്നു. ഇവിടെയും ദേഷ്യം. അവസാനം ഭൃഗു വൈകുണ്ഠത്തിലെത്തി. ശാന്തമായ ലോകം. അവിടെ അനന്തസർപ്പത്തിന്റെ മെത്തയിൽ ലക്ഷ്മി സമേതനായി വിഷ്ണു വിശ്രമിക്കുന്നു. പെട്ടെന്ന് ഭൃഗു മഹർഷി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്തു. ഭഗവാൻ നാരായണന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. നിനക്ക് എത്രമാത്രം ധൈര്യമുണ്ട്? പക്ഷേ വിഷ്ണുവിന് ദേഷ്യം വരികയോ ഒന്നും തന്നെ പ്രതികരിക്കുകയോ ചെയ്തില്ല. ഭഗവാൻ പതിയെ എഴുന്നേറ്റതിനു ശേഷം മഹർഷിയുടെ കാലുകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു: മഹർഷി, അങ്ങയുടെ കാലുകൾ വേദനിച്ചുവോ എന്റെ നെഞ്ചിൽ ചവിട്ടിയപ്പോൾ? ആ നിമിഷം സമയം നിശ്ചലമായി. ഭൃഗുവിന്റെ ഹൃദയം വേദനയാൽ നുറുങ്ങി. അഹങ്കാരം നശിച്ചു. മഹർഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഭഗവാനെ, അങ്ങാണ് മഹാൻ. അങ്ങേക്കു മാത്രമാണ് അഹങ്കാരമില്ലാത്തത്, പരമാത്മാവേ. പക്ഷേ ലക്ഷ്മി ദേവിക്ക് ഇതുകൊണ്ടൊന്നും കോപം അടക്കാൻ കഴിഞ്ഞില്ല. നീ എന്റെ ഭർത്താവിനെ അപമാനിച്ചു. അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിൽ ഞാൻ കുടികൊള്ളുന്നിടത്ത് നീ ചവിട്ടി. നിന്റെ അഹങ്കാരത്തിനുള്ള ഫലം നിനക്ക് അനുഭവിക്കേണ്ടി വരും. പിന്നീട് ഭൃഗു ആശ്രമത്തിലേക്ക് പോയി. നടന്ന സത്യങ്ങളെല്ലാം വിവരിച്ചു. യഥാർത്ഥ മഹത്വം അധികാരത്തിലല്ല, വിനയത്തിലാണ്. അഹങ്കാരം ഏറ്റവും വലിയവനെ പോലും നശിപ്പിക്കുന്നു. എന്നാൽ വിനയം ഒരാളെ ദൈവികനാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള കഥകൾക്കായി രഹസ്യപുരാണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.